ഒരു കാര്യം നമുക്കറിയാം, സർവ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അടിസ്ഥാന മഹത്വം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അമ്പിയാക്കൾക്ക് മഹത്വമുണ്ടായത്, ഔലിയാക്കൾക്ക് മഹത്വമുണ്ടായത്, അതെല്ലാം അവസാനമായി ചെന്നെത്തുന്നത് ഐനുന്നൂറായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അഖ്ബിർനി അൻ അവ്വലി ഖൽഖിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയെ സംബന്ധിച്ച് ഒന്ന് പറഞ്ഞു തരണം നബിയേ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു, നൂറു നബിയിക്കും യാ ജാബിർ, നൂറു നബിയിക്കും യാ ജാബിർ. ജാബിറേ, നിങ്ങളുടെ നബിയുടെ പ്രകാശമാണ് അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി തന്നെ പറഞ്ഞത് നൂറു നബിയിക്കും യാ ജാബിർ. എന്നാൽ അല്ലാഹുവിന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് റസൂലുള്ളാഹി, ആദ്യത്തെ ഖലീഫയാണ് റസൂലുള്ളാഹി. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കട്ടെയോ എന്നല്ല മലായിക്കത്തുകളോട് ചോദിച്ചത്, ഞാൻ ഖലീഫയായി നിശ്ചയിക്കട്ടെയോ എന്നാണ്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, കാരണം ഖലീഫയെ നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ നൂറിനെ അല്ലാഹു നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവർത്തന ഖോദയിലേക്ക് ഇറക്കട്ടെയോ, ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാനൊരു ഖലീഫയെ നിയോഗിക്കട്ടെയോ. ആദ്യത്തെ ഖലീഫയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഖലീഫക്ക് ഒരുപാട് ഖലീഫമാരുണ്ട്. അമ്പിയാക്കളെല്ലാം റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്. ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്. മറ്റ് ഒരുപാട് ഔലിയാക്കൾ റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്. മഹാനായ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്. വ ഇന്ന ജദ്ദി റസൂലുള്ളാഹി കാന യഖൂൽ അൻതൽ ഖലീഫതു ലീ ഫി ഖൈരി കുല്ലി മഖൂൽ. മഹാനായ ഗൗസുൽ ആലം പറയുകയാണ്, എന്റെ ഉപ്പാപ്പയായ മുഹമ്മദ് റസൂലുള്ളാഹ് അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അൻതൽ ഖലീഫത്തുലി, നിങ്ങൾ എന്റെ ഖലീഫയാ. റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഖലീഫയാണ്. ആ റസൂലുള്ളാഹിന്റെ ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അല്ലാഹു ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാഹു ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഖലീഫയിലൂടെ, പ്രതിനിധിയുടെ ചെയ്യുക എന്നതാണല്ലോ ഖലീഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഖലീഫയുടെ ഖലീഫയാണ് മഹാനായ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലാ അഅദാഇ ബിൽ മദദി مجير عرضي وخاض بيدي مدى مددي خليفة الله فينا محي الدين. കണ്ടോ, ഖലീഫത്തുല്ലാഹ്. മഹാനായ ഗൗസുൽ ആലം പിന്നീട് ഖലീഫത്തുള്ളയാവുകയാണ്.
ഗൗസുൽ ആദം റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്, റസൂലുള്ള അല്ലാഹുവിന്റെ ഖലീഫയാണ്. അപ്പോൾ ഫലത്തിൽ ഗൗസുൽ ആദം അല്ലാഹുവിന്റെ ഖലീഫയാണ്. ഇങ്ങനെ ഈ ഖിലാഫത്ത് ലഭിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ആ പ്രകാശം, ആ നൂറ് അത് ലഭിക്കേണ്ടതുണ്ട്. ആ നൂറ് നബുവത്തിലൂടെ ലഭിക്കും, വിലായത്തിലൂടെ ലഭിക്കും, ഇൽമിന്റെ മാർഗത്തിലൂടെ ലഭിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖലീഫമാരായ ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഖലീഫയിൽ നിന്ന് നൂറ് ലഭിച്ചവർ, ആ നൂറാണ് ഈമാനിന്റെ ഷർത്ത്. ഈമാനിന് ഒരു ഫർളുമുണ്ട്, ഒരു ഷർത്തുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഫർളാണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഷർത്താണ്. ഷർത്ത് പാലിച്ചെങ്കിലേ ഫർള് സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമുക്കറിയാം, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വഴിപിഴക്കാൻ കാരണം വകാന മിനൽ കാഫിരീൻ, ഇബ്ലീസ് അവിശ്വാസികളിൽ പെട്ടവനാണ് എന്ന് ഖുർആൻ പറയാൻ കാരണം, ഇബ്ലീസ് അല്ലാഹുവിനെ അംഗീകരിക്കാത്തവനല്ല, അല്ലാഹുവിനെ വഴിപ്പെടാത്തവനല്ല, സുജൂദ് ചെയ്യാത്തവനല്ല, മറ്റ് അമലുകൾ ചെയ്യാത്തത് കൊണ്ടല്ല, മറിച്ച് അതിന്റെ ഷർത്താണ് ഉസ്ജുദൂ ലി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ലഭിച്ച ആദം നബി അലൈഹിസ്സലാം, റസൂലുള്ളാഹിന്റെ ആത്മാവ് ലഭിച്ച, റസൂലുള്ളാഹിൽ നിന്ന് റൂഹ് ലഭിച്ച ആദം നബി അലൈഹിസ്സലാം, ആ ആദം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രകാശത്തിന് അംഗീകാരം നൽകണം. ഉസ്ജുദൂ ലി ആദം. ആദം നബിയുടെ മുമ്പിൽ ബഹുമാനത്തിന്റെ അംഗീകാരം നൽകണം. ഇബ്ലീസ് അത് അംഗീകരിച്ചില്ല, ഷർത്ത് പാലിച്ചില്ല, അതുകൊണ്ട് ഫർള് സ്വീകരിച്ചില്ല. വകാന മിനൽ കാഫിരീൻ. ഇതെല്ലാ പ്രവാചകന്മാർക്കുമുണ്ട് ആ പ്രകാശം. وكل آية أتاها رسل الكرام بها فإنما اتصلت من نوره بهم فإنه شمس فاضل هم كواكبها يلهم أنوارها للناس في الظلم. സർവ അമ്പിയാക്കൾക്കും ഈ മഹത്വം ലഭിച്ചത് മിൻ നൂരിഹി തസലത്ത്, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ഈ പ്രകാശത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഐനുൻ നൂർ, ആ ഐനുൻ നൂറിൽ നിന്നാണ് സർവ അമ്പിയാക്കൾക്കും മഹത്വം ലഭിച്ചിട്ടുള്ളത്. ആ റസൂലുള്ളാഹിയിൽ നിന്നാണ് ആദം നബിക്ക് മഹത്വം ലഭിച്ചിട്ടുള്ളത്. ആ നൂറ് ആദം നബിയിൽ ഉള്ളത് കൊണ്ട് ഉസ്ജുദൂ ലി ആദം, ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം, ആ നൂറിനെ അംഗീകരിക്കണം, ആ ഷർത്ത് പാലിക്കണം. ആ ഷർത്ത് പാലിക്കാതെ ഫർളാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്തിച്ചേരുകയില്ല. വകാന മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽ പെട്ടുപോയി. ഇത് ഇബ്ലീസിന് മാത്രമുള്ള നിബന്ധനയല്ല, മലായിക്കത്തുകൾക്ക് മാത്രമുള്ള നിബന്ധനയല്ല. ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവരെല്ലാം ഈ പ്രകാശത്തെ, ഈ നൂറിനെ അംഗീകരിച്ചേ പറ്റൂ.